പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 മെയ് മാസം 3-ാം തീയതി വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആമോസ് പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യം. ദ ബുക്ക് ഓഫ് ആമോസ് ചാപ്റ്റർ 5 വേഴ്സ് 4 നാം ഇപ്രകാരം വായിക്കുന്നു. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പീൻ. ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ധന്യമായ പ്രവചന ശുശ്രൂഷ നിർവഹിച്ച ഒരു പ്രവാചകനാണ് ആമോസ് പ്രവാചകൻ. എന്നാൽ ആമോസ് താൻ ആരാണ് എന്നും ആരല്ല എന്നും തൻ്റെ ഈ ചെറിയ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നു. തെക്കോവയിലെ ഒരു ആട്ടിടയ ചെറുക്കനാണെന്നും കാട്ടത്തിപ്പഴം പെറുക്കി നടന്നവനാണെന്നും ഞാൻ ഒരു പ്രവാചകനോ പ്രവാചക ശിഷ്യനോ അല്ല. ആടിനെ മേയിച്ച് നടന്നപ്പോൾ ദൈവം എന്നെ പിടിച്ച് തന്റെ ജനമായ ഇസ്രായേലിനോട് ചില അരുളപ്പാടുകൾ അറിയിക്കുവാൻ നിയോഗിച്ചു. ആ ശുശ്രൂഷ കൃത്യമായും വ്യക്തമായും ഒട്ടും മറച്ചു വെക്കാതെയും ഞാൻ ചെയ്യുകയാണ് എന്ന് ആമോസ് തന്റെ ഈ കൊച്ചു ഗ്രന്ഥത്തിൽ കൂടെ വ്യക്തമാക്കുന്നു. 5-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ ഇസ്രായേൽ ജനത്തിന്റെ, ഇസ്രായേൽ ഗ്രഹത്തിന്റെ വീഴ്ച, ദൈവത്തോടുള്ള അകൽച്ച എത്രത്തോളമാണ് എന്നും തന്മൂലം അവർ നേരിടുന്ന വലിയ പരാജയങ്ങൾ, തകർച്ചകൾ എത്രത്തോളമാണ് എന്നും വ്യക്തമാക്കുന്നു. അതെ, ഇസ്രായേൽ ഗ്രഹം വീണിരിക്കുന്നു. ഒരു വിലാപം നിങ്ങൾ കേൾക്കുക. അവർ നിലത്തോട് പറ്റിയിരിക്കുന്നു. അവരെ നിവർത്തുവാൻ, വീണുകിടക്കുന്ന അവസ്ഥയിൽ നിന്നും എഴുന്നേൽപ്പിക്കുവാൻ ആരുമില്ല. ഇസ്രായേൽ ഗ്രഹം ഒരു പട്ടണത്തിലേക്ക് 1000 പേരായി പോയാൽ 100 പേരായി ചുരുങ്ങുന്നു. 100 പേരായി പോയാൽ 10 പേരായി ചുരുങ്ങുന്നു. അത്രത്തോളം വലിയ പരാജയം അവർ നേരിടുന്ന തകർച്ചയിലാണ്. ഇങ്ങനെ ദൈവം അവരിൽ നിന്നും അകന്നു നിൽക്കുന്നു. അവർ എല്ലാ അർത്ഥത്തിലും തകർന്നടിഞ്ഞ് പ്രതിരോധത്തിൽ ആയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പ്രവാചകനിൽ കൂടെ ദൈവം അരുളിച്ചെയ്യുന്നു, യഹോവ നിങ്ങളോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പീൻ. പ്രിയ ദൈവജനമേ, പല വിധത്തിലുള്ള തകർച്ചകളുടെയും പോരാട്ടങ്ങളുടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നതാണ് ഒരു മനുഷ്യ ജീവിതം എന്നുള്ളത്. അത് വിശ്വാസിയോ അവിശ്വാസിയോ, ഭക്തനോ അഭക്തനോ, ക്രിസ്ത്യാനിയോ അക്രൈസ്തവനോ ആരുമായിക്കൊള്ളട്ടെ, മനുഷ്യ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായ അനവധി പ്രതികൂലങ്ങൾ ദൈനംദിനം നാം നേരിടേണ്ടി വരും. എന്നാൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഒരു വിശ്വാസിയുടെ, ഒരു ദൈവ പൈതലിന്റെ പ്രത്യേകത നമുക്ക് കാണുവാൻ കഴിയുന്നത്. കാരണം ലോകമനുഷ്യർ ലോകപരമായി ചിന്തിച്ച് യുക്തിപരമായി അതിനെ അളന്ന് പ്രതിവിധികൾ പല നിലകളിൽ കണ്ടെത്തുമ്പോൾ ഒരു വിശ്വാസി, ഒരു പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ, ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുന്ന ഒരു വ്യക്തി ചെയ്യുന്നത്
ആമോസ് പറഞ്ഞ കാര്യമാണ്. ദൈവത്തിൽ ആശ്രയിക്കും, ദൈവത്തെ അന്വേഷിക്കും. ഞാൻ ഈ കടന്നു പോകുന്ന അവസ്ഥയിൽ നിന്നും ഒരു വിടുതൽ എങ്ങനെയാണ് ഞാൻ അനുഭവിക്കുന്നത്? എന്താണ് ഇതിനൊരു പ്രതിവിധി? കർത്താവേ, എന്റെ വഴിയിൽ എന്താണ് ഈ പ്രതിസന്ധി? അവിടുന്ന് എനിക്ക് വഴികാട്ടിയായിരിക്കണമേ. ഈ പ്രാർത്ഥനയും ദൈവത്തോടുള്ള അഭയയാചനയും ആ വ്യക്തിയെ, ആ കുടുംബത്തെ, ആ കൂട്ടായ്മയെ, ആ സഭയെ, ആ ദേശത്തെ വലിയ വിപത്തിൽ നിന്നും പ്രതികൂലത്തിൽ നിന്നും വിടുവിക്കും എന്നുള്ളത് കഴിഞ്ഞ നാളുകളിലെ നമ്മുടെ പിതാക്കന്മാരുടെയും അനുഭവമാണ്. ദൈവവചനവും അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ വെള്ളിയാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ വാത്സല്യമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ കടന്നു പോകുന്ന ചെറുതും വലുതുമായ വിഷയങ്ങൾ, നിങ്ങളുടെ കുടുംബ ഭാരങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ വിജയം, അവരുടെ അഡ്മിഷൻ, അവരുടെ ജോലി, അവരുടെ വിവാഹം, അവരുടെ വിദേശ യാത്രകൾ, ഒരു ഭവനത്തിന്റെ പണി, നിങ്ങളുടെ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ, നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾ, ചില നിയമക്കുരുക്കുകൾ, നിയമപ്രശ്നങ്ങൾ എന്നു വേണ്ട മാനസികവും ശാരീരികവും സാമ്പത്തികവും അതിലേറെ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ചില ആത്മീകമായ പ്രശ്നങ്ങൾ. അതെ, ചില നാളുകളായി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, സ്വസ്ഥമായി ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നില്ല. കൃത്യമായി ദൈവവചനം വായിച്ചു വന്ന ചിലരെങ്കിലും ഈ നാളുകളിൽ ദൈവവചനം വായിക്കുവാൻ പറ്റാതെ പല വിധങ്ങളിൽ തടസ്സപ്പെടുന്നു. നിങ്ങളെ വിട്ട് വിദൂരങ്ങളിൽ പഠിക്കുവാനും ജോലിക്കുമായി പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾ നേരിടുന്ന ചില വിഷയങ്ങൾ നിങ്ങളെ മാനസികമായി തളർത്തുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കണമെന്നും ഈ വിഷയത്തിൽ എങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളണമെന്നും അറിയാതെ വിഷണ്ണരായി നട്ടം തിരിയുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന സന്ദേശം, ഉപദേശം ഒരേ ഒരു ഉത്തരമാണ്. അത് മറ്റൊന്നുമല്ല. നാം ജീവിച്ചിരിക്കേണ്ടതിന് കടന്നു പോകുന്ന മേൽ പ്രസ്താവിക്കപ്പെട്ട എല്ലാ വിഷയത്തിനും മറുപടിയായി ദൈവത്തെ അന്വേഷിക്കുക. അതെ, കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയിൽ തന്നെ പിൻഗമിക്കുന്നവരോട് വിളിച്ചു പറഞ്ഞു, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോട് കൂടെ സകലവും, അതെ, നമ്മൾ ഇന്ന് ഭാരപ്പെടുന്ന, കാത്തിരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന സകലവും തരുവാൻ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ കുഴപ്പം സകലത്തെയും തേടി നാം പോവുകയും ഒന്നും ലഭിക്കാതെ തകർക്കപ്പെടുകയും അവസാനം ദൈവത്തെ തേടുകയും ചെയ്യുന്നു. എന്നാൽ ആദ്യമേ ദൈവത്തെ തേടിയാൽ, ദൈവത്തെ അന്വേഷിച്ചാൽ നമ്മുടെ വഴി സുഗമമാകും. ഈ മെയ് മാസം എന്നെ കേൾക്കുന്ന ഏവർക്കും അനുഗ്രഹത്തിന്റെ ദിനങ്ങളായി തീരട്ടെ. ഇന്നത്തെ ദിനം ആമോസ് പ്രവാചകനിൽ കൂടെ നമ്മളെ കേൾപ്പിച്ച ഈ ദൈവിക ശബ്ദം നമ്മുടെ ഹൃദയങ്ങളിൽ മാറ്റൊലിക്കൊള്ളട്ടെ. നിങ്ങളുടെ ജീവിതയാത്രകളിൽ ഇത് ഒരു വലിയ ഗുണപാഠമായി മാറട്ടെ. ഏത് പ്രതിസന്ധിയിലും, എത്ര തകരേണ്ടി വന്നാലും, ഏതെല്ലാം നഷ്ടങ്ങളും കോട്ടങ്ങളും സഹിക്കേണ്ടി വന്നാലും, നിന്നെയും പരിഹാസവും ദുഷിയും ഏൽക്കേണ്ടി വന്നാലും, കർത്താവിൽ മാത്രം ആശ്രയിച്ച്, കർത്താവിനെ മാത്രം അന്വേഷിച്ച്, കർത്താവിൽ മാത്രം ശരണപ്പെട്ട് ആശ്രയിച്ച് ഉറച്ചു നിൽക്കുക. നിശ്ചയമായും വിടുതലുണ്ട്, വിജയമുണ്ട്, അനുഗ്രഹമുണ്ട്, നന്മയുണ്ട്, അഭിവൃദ്ധിയുണ്ട്. ഇന്ന് നിങ്ങളെ നിന്ദിക്കുന്നവർ, പഴിക്കുന്നവർ, ദുഷിക്കുന്നവർ, കാണുവാൻ ആഗ്രഹിക്കാത്തവർ, നിങ്ങളെ വിട്ട് പിന്മാറിപ്പോകുന്നവർ, നിങ്ങളെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നവർ, നിങ്ങളെക്കുറിച്ച് പലവിധത്തിൽ അപവാദം പ്രചരിപ്പിക്കുന്നവർ, എന്തും ആരും എങ്ങനെയുമായിക്കൊള്ളട്ടെ,
നിങ്ങളെ തേടി വരുന്ന ഒരു ദിനം സമീപമായിരിക്കുന്നു. എന്താ കാരണം? ഞാൻ നിങ്ങളും അന്വേഷിക്കുന്നത് ജീവനുള്ള ഏക സത്യദൈവമായ ഇസ്രയേലിന്റെ പരിശുദ്ധനെയാണ്. ആ ദൈവം ഇന്ന് പകൽ ജീവജലം ശ്രവിക്കുന്ന ഏവരെയും അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ വഴി നടത്തട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഹൃദയങ്ങളെ ഒരുക്കാം, തലകളെ വണക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മെയ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച അവിടുത്തെ കുഞ്ഞുങ്ങളാണ് ഞങ്ങളിതാ അടുത്തു വരുന്നു. ആമോസിൽ കൂടെ ഇസ്രയേൽ ജനത്തോട് പറഞ്ഞ വലിയ ദൂത് ഇന്ന് ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം. ജീവിതത്തിൽ ഏതുവിധ കൈപ്പേറിയ അനുഭവങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും ഞങ്ങൾ അങ്ങയെ അന്വേഷിക്കുവാൻ, അങ്ങയിൽ മാത്രം ശരണപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ഇന്ന് പകൽ വിവിധ വേദനകളും പ്രശ്നങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളുമായി ഈ ദൈവവചനം കേൾക്കുന്നതിന്റെ കുഞ്ഞുങ്ങളോട് മനസ്സലിയണം, കരുണ കാണിക്കണം. അവരുടെ അന്വേഷണത്തെ അപ്പൻ സ്വീകരിച്ച് ഉയരത്തിലെ എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. ഈ ദിനം വിടുതലിന്റെയും ദൈവകൃപയുടെയും സന്തോഷത്തിന്റെയും ദിനമാക്കി അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ ഏവരെയും ഒരുക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവജനമേ, ഏത് വിധത്തിലുള്ള പ്രതിസന്ധി വന്നാലും ദൈവത്തെ മാത്രം അന്വേഷിച്ച്, ദൈവത്തിൽ മാത്രം അടിയുറച്ചു വിശ്വസിച്ച് പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുക. സർവകൃപാലുവായ ദൈവം തന്റെ വലങ്കരം പിടിച്ച് നമ്മെ ഏവരെയും വഴി നടത്തും. അങ്ങനെ ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി നിങ്ങളെ ഏവരെയും സർവശക്തനായ ദൈവം കൃപയോടെ നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.